ഓരോ തിരക്കിൻ്റെ ഇടയിലും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഓരോ ഇടങ്ങളിൽ ചെന്നിട്ട് നമ്മൾ അവരുടെ മുറിവിൽ മരുന്ന് വയ്ക്കണം, മുറിവ് ഡ്രസ്സ് ചെയ്യണം. ഓടി ഓടി എത്തില്ല എന്ന് ഞാൻ പറയാറില്ലേ, ഇതുപോലെ. ഇത് നമ്മളിപ്പോൾ ഭക്ഷണം വെക്കുന്നിടത്താണ് ഇവളുള്ളത്. ഇവളെയും നമ്മൾ വന്ധീകരിച്ച കേട്ടോ, അവളെ മക്കളാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇവളെ വന്ധീകരിച്ച കാരണം ആ ഏരിയയിൽ ഞാൻ പ്രശ്നങ്ങളുണ്ടാവില്ല. ഈ മുറിവേ അവളെ വർഷങ്ങൾക്ക് മുന്നേ വണ്ടി ഇടിച്ചിട്ട് കാലിങ്ങനെ ഒടിഞ്ഞ് അങ്ങനെ സ്റ്റക്ക് ആയത്. അപ്പോൾ കാലം അങ്ങനെ തന്നെ ഒരതി വെക്കുമ്പോൾ മുറിവായതാണ്. അപ്പോൾ അത് ഞാൻ കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുറിവ് അത് അവിടുത്തെ സ്കിന്ന് കറക്റ്റായി വരുന്ന വരെ ഞാൻ എന്നും ഡ്രസ്സ് ചെയ്യും. സമയം കിട്ടാറില്ല, ചില ദിവസം വിട്ടുപോകും. പക്ഷെ ആളിപ്പോൾ നല്ല സഹകരിക്കുന്നുണ്ട് കേട്ടോ, പാവം കുട്ടിയാ. പിന്നെ എന്ന് പറഞ്ഞാൽ പലർക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മൾ പൊന്നാനി ഭാഗത്ത് നമുക്ക് ഇന്ന് കുറേ കേസുകളുണ്ട്. എവിടേക്ക് ഓടിയെത്തണം, അവിടെയൊക്കെ അങ്ങനെ പരമാവധി ഓടിയെത്തുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ നമ്പർ കൊടുക്കും. പക്ഷെ മലപ്പുറം എന്ന് പറഞ്ഞാൽ അതൊരു ജില്ലയാണ്, എത്രത്തോളം ചെയ്യാനുണ്ടാവും. എന്തായാലും എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലപ്പുറം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഷെൽട്ടറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എടുക്കുന്നുണ്ട്. അവളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് പറഞ്ഞാൽ നമുക്ക് വണ്ടിയായിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് മെനക്കെട്ട് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഇപ്പോൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ എന്താണ് വരാത്തത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ വരണം, വന്ധീകരിക്കാൻ വേറെ പേഴ്സണലായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവർക്ക് പിടിച്ചെടുക്കാൻ ഞാൻ പോകണം. ഇനി നമുക്ക് കുറച്ച് ആളുകളും കൂടി വന്ധീകരിക്കാനുണ്ട് കേട്ടോ. മുറിവ് ഡ്രസ്സ് ചെയ്യലൊക്കെ ചെയ്ത് അതാണ്ട് പ്രാക്ടീസായി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. വീഡിയോസൊക്കെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ മക്കളുടെ കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടാറില്ല. അമ്പു, കുഞ്ഞൻ, കുഞ്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ വന്ധീകരിച്ച ഡോഗ് കേട്ടോ. നമ്മളെ വന്ധീകരണമൊക്കെ കഴിഞ്ഞു. സ്റ്റിച്ച് ഇതാവണമെങ്കിൽ ഇത് അലിഞ്ഞ് പോണ സ്റ്റിച്ചാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇനി ഒരു ചെറിയൊരു പീസും കൂടി നമുക്ക് പോവാണ്ട്, അത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഇനി ഇവിടെ പ്രസവിച്ചിട്ട് ഇനി ഒരുപാട് കുട്ടികളൊന്നും പെറ്റുപെരുക്കിയിട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നാശല്യം എന്നുള്ള പേരിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇതുപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി നമുക്ക് വന്ധീകരിക്കാൻ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് വേണം. വീണ്ടും നമ്മൾ തെരുവിലെ മക്കളെ കൂടുതൽ വന്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അവളെ മക്കളാണ്. ഓക്കെ, പക്ഷേ കായ്യുമ്പോൾ ഒരു മുറി ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്നും ഡ്രസ്സ് ചെയ്ത് കൊണ്ടിരിക്കുക. അത് ആളിങ്ങനെ എടുത്ത് അതേ നിലത്ത് വെച്ചിങ്ങനെ വെറുതെ. അപ്പോൾ അത് സ്കിന്ന് വരുന്നവരെ ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു.